ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് പെരുന്നാൾ മധുരം ഉണ്ടാക്കിയാലോ? പെരുന്നാളിന് രാവിലെ തന്നെ ഒരു മധുരം കഴിച്ചു പോകുന്നത് സുന്നത്തല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വലിയ ക്യാരറ്റ് എടുക്കുന്നുണ്ട്. കുറച്ച് ചവ്വരി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 3/4 കപ്പ് റവ എടുക്കണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് പഞ്ചസാരയും കൂടി എടുക്കാം. മധുരം അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്ത് കഴുകി ചെറുതായിട്ട് മിക്സിന്റെ ജാറിലിട്ട് ജ്യൂസ് ആക്കി എടുക്കാം. നമുക്ക് ഇത് ചെറുതാക്കിയിട്ടെങ്കിൽ നന്നായിട്ട് ജ്യൂസ് ആയി കിട്ടും, കട്ടയില്ലാതെ. അതല്ലെങ്കിൽ കുറെ കട്ടകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ജ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഒരു പാൻ എടുത്ത് അതിനകത്ത് കുറച്ച് നെയ്യിട്ട് ജ്യൂസ് ചെയ്ത ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ നെയ്യിനകത്ത് കിടന്ന് ഇങ്ങനെ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണം. അതിന്റെ ജ്യൂസ് ചെയ്യാൻ നേരം അല്പം പാലോ വെള്ളമോ ഏതാന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പൊ ജ്യൂസ് ചെയ്തത്. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ടാണ് എടുക്കുമ്പോഴേക്കും ഇതൊന്ന് ഡ്രൈ ആവും. ഡ്രൈ ആവുന്നത് വരെ ഇങ്ങനെ ഞങ്ങൾക്ക് മിക്സ് ചെയ്ത് ഈ ക്യാരറ്റ് ആ നെയ്യിനകത്ത് വേവിച്ചെടുക്കാം. കേസരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സാധാരണ എല്ലാവരും പെരുന്നാളിന് കേസരിയും സേമിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പെരുന്നാളിന് ഇത്തിരി വെറൈറ്റി കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാ. അപ്പൊ ഇങ്ങനെ ഇത് ഡ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് അല്പം പാലൊഴിച്ച് അതിന്റെ കൂടെ കുറച്ച് പഞ്ചസാരയും ആ 1/4 കപ്പ് പഞ്ചസാര മാറ്റിയില്ലേ അതും ഒരല്പം ഉപ്പും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് ഇത് തിളച്ച് വരും. അപ്പൊ ഇതുപോലെ ഇതിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഒരു ട്രേയിലൊക്കെ ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസരി പോലെ ആവൂട്ടാ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. അത് ടേസ്റ്റിയാണ്. പക്ഷെ ഞങ്ങൾക്ക് വെറൈറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് ഒരല്പം റവയും കൂടി ചേർത്ത് ആ 3/4 കപ്പ് റവ മാറ്റി വെച്ചില്ലേ അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി റവ കേസരി പോലെ ആയി വരുന്നുണ്ട്. ഇങ്ങനെ അത് കട്ടാക്കി ഡ്രൈ ആയി അതിങ്ങനെ തട്ടിപ്പൊത്തി റവ വേകുന്നത് വരെ ഇങ്ങനെ അടച്ചു വെക്കും. കുറച്ച് സമയം അടച്ചു വെക്കുക. അതിനെടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇനി പാൻ വെച്ചിട്ട് അതിനകത്ത് പാലൊഴിച്ച് പാലൊന്ന് തിളപ്പിക്കണം. ഇതിന്റെ കൂടെ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ ഈ പാലിൽ നമുക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഈ സമയം നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് എടുത്തിട്ട് അതൊന്നിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയോ അല്ലെങ്കിൽ ഇങ്ങനെ പാമ്പ് പോലെ ആക്കിയിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്യുക എന്തെങ്കിലും വെച്ച് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കട്ടാക്കിയിട്ടുണ്ട്. കുറച്ച് മോളെടുത്തിട്ട് ബോളാക്കി എടുത്തിട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോളാക്കിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബോളാക്കി കഴിഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് പാല് തിളച്ചു വന്നപ്പോൾ അതിനകത്ത് ചവ്വരി ഇട്ട് കൊടുത്തു. അതിന്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിൽ വറുത്തിട്ട് കൊടുത്തു. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാരറ്റിന്റെ കട്ട് ചെയ്ത് വെച്ച ബോൾസ് ആക്കി വെച്ചതും കൂടി ഇട്ട് കൊടുത്തു. സെർവ് ചെയ്യാം. ഇനി അത് ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം തിളക്കേണ്ട കാര്യമില്ല. കുറച്ച് ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ഇത് ബൗളിൽ സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. നേരത്തെ ക്യാരറ്റിന്റെ പുഡിംഗ് മാറ്റി വെച്ചില്ലേ അത് ഞങ്ങൾ കോക്കനട്ടിൽ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഭംഗിക്ക്. അതും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ 2 മധുരം ഇരട്ടി മധുരം പെരുന്നാളിന് ട്രൈ ചെയ്യാലോ. അങ്ങനെ ഈ പെരുന്നാളിന് വെറൈറ്റിയിൽ പിടിച്ചു. അപ്പൊ താങ്ക് യു. എല്ലാവർക്കും അഡ്വാൻസ് പെരുന്നാൾ ആശംസകൾ.